തനിക്ക് ഉറക്കത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്കും സെറ്റ് ചെയ്യാത്ത സമയത്തടിക്കുന്ന ആ ടൈം പീസിനും തമ്മിൽ എന്തോ ബന്ധമുള്ളതായി അവന് തോന്നിയിരുന്നു. സിദ്ധാർത്ഥ് ഒരിക്കൽ കൂടി തന്റെ മൊബൈൽ ഫോണിലെ ആ വീഡിയോ പ്ലേ ചെയ്തു. തലേന്ന് രാത്രി കട്ടിലിനു നേർക്ക് പോയിന്റ് ചെയ്തു വച്ചിരുന്ന മൊബൈൽ ക്യാമറ ചില കാഴ്ചകൾ പകർത്തിയിരുന്നു. വീഡിയോയുടെ തുടക്കത്തിലെ ദൃശ്യത്തിൽ അവൻ കട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്നത് മാത്രമാണുള്ളത്. കുറെ കൂടി മുന്നോട്ടു പോകുമ്പോൾ ഉയർന്ന ശബ്ദത്തോടെ മുറിയിലെ ടൈം പീസ് ശബ്ദിക്കുന്നത് കേൾക്കാം. തുടർന്നുള്ള ദൃശ്യത്തിൽ ചില വാക്കുകൾ കണ്ണുകൾ അടച്ചുപിടിച്ച് അവൻ തുടരെ തുടരെ ഉച്ചരിക്കുന്നതാണ് കാണുന്നത്. കണ്ണുകൾ തുറന്ന് അലാറം ഓഫ് ചെയ്യുന്നു. കണ്ണുകൾ തുറന്നതും ആദ്യം അവന് നോക്കുന്നത് തെളിഞ്ഞു കിടക്കുന്ന ലൈറ്റിലേക്കാണ്. പെട്ടെന്ന് തന്നെ അവൻ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്നു. ട്രാക്ക് പാൻറ്റും ടീഷർട്ടും ഇട്ട ശേഷം വാതിലിനു നേർക്ക് തിടുക്കത്തിൽ നടക്കുന്നു. പിന്നീട് വാതിൽ തുറക്കുന്ന ശബ്ദവും വാതിൽ അടയ്ക്കുന്ന ശബ്ദവും മാത്രം വീഡിയോയിൽ നിന്നും കേൾക്കാം. തുടർന്ന് മണിക്കൂറുകളോളം ഒഴിഞ്ഞ കട്ടിലിന്റെ ദൃശ്യം മാത്രമാണ് വീഡിയോയിലുള്ളത്. പുലർച്ചെ വീണ്ടും വാതിൽ തുറക്കുന്ന ശബ്ദവും പരിക്കുകളോടെ വന്ന് വീഡിയോ റെക്കോർഡിംഗ് അവസാനിപ്പിക്കുന്നതും കാണാം. ഇത്രയുമാണ് ഫോണിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിനോടകം അനവധി പ്രാവശ്യം സിദ്ധാർത്ഥ് ആ വീഡിയോ പ്ലേ ചെയ്തു നോക്കി. നെറ്റിയിലും കൈകളിലുമെല്ലാം തൊലി പോയ പാടുകളിലേക്ക് അവൻ ശ്രദ്ധിച്ചു. താൻ അറിയാതെ തന്നിൽ നടക്കുന്ന കാര്യങ്ങളിൽ അവന് അതീവ ഭയം തോന്നി. ആരെ വിളിക്കണമെന്നോ ആരോട് സഹായം തേടണമെന്നോ അറിയാതെ അവൻ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് വിയർത്തു. ആ ടൈം പീസ് രാത്രി 12-ന് ശേഷം ശബ്ദിച്ചപ്പോൾ മുതൽ അവന്റെ കൈകളിലാണ്. തനിക്ക് ഉറക്കത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്കും സെറ്റ് ചെയ്യാത്ത സമയത്തടിക്കുന്ന ആ ടൈം പീസിനും തമ്മിൽ എന്തോ ബന്ധമുള്ളതായി അവന് തോന്നിയിരുന്നു.